സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നമ്മൾ OAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 3 mm കട്ടിയുള്ള അലുമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനെ കുറിച്ച് പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് കഴിയും: ടാക്ക് വെൽഡിങ്ങിനും വെൽഡിംഗ് പ്രോസസ്സിനും വേണ്ടി അനുയോജ്യമായ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കാൻ, ഫ്ലാറ്റ് പൊസിഷനിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനുള്ള പ്ലേറ്റുകൾ സെറ്റ് ചെയ്ത് തയ്യാറാക്കുക, ടാക്ക് വെൽഡ്. ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ്മെന്റ്സ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 3 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളെ കുറിച്ച് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, നോസിൽ, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഫില്ലർ റോഡ്, ഓക്സിജൻ ആൻഡ് അസറ്റലൈൻ സിലിണ്ടറും വെൽഡിംഗ് ടോർച്ചും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, ഒരു റെസ്പിറേറ്റർ. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 3 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിന്റെ പ്രധാനപ്പെട്ട പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. 150 mm നീളവും 50 mm വീതിയുമുള്ള അലൂമിനിയം ഷീറ്റുകൾ തയ്യാറാക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് അല്ലെങ്കിൽ സോൾവെന്റ് ഉപയോഗിച്ച് സർഫസ് ഓക്സൈഡും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് വൃത്തിയാക്കുക. ബട്ടിംഗ് എഡ്ജസിൽ പേസ്റ്റി ഫ്ലക്സ് അപ്ലൈ ചെയ്യുക. ഓക്സിജൻ പ്രഷർ 0.5 1.41 kg/square ഇടയിലും അസറ്റലിൻ 0.8 മുതൽ 0.15 kg/square വരെയും അഡ്ജസ്റ്റ് ചെയ്യുക. അലൂമിനിയത്തിന്റെ താപവികാസം കൂടുതലായതിനാൽ 1.5 mm മുതൽ 2 mm റൂട്ട് ഗ്യാപ്പ് ഉപയോഗിച്ച് ഷീറ്റുകൾ സെറ്റ് ചെയ്യുക. ബട്ട് വെൽഡിനായി ജോയിന്റിന് 100 mm നീളത്തിന് ഏകദേശം 1 mm വീതം വർദ്ധിക്കുന്ന തരത്തിൽ റൂട്ട് ഗ്യാപ്പ് സജ്ജമാക്കുക. ബ്ലോ പൈപ്പിൽ നോസിൽ നമ്പർ 5 ഫിക്സ് ചെയ്യുക. ഒരു സ്ട്രിക്റ്റ് ന്യൂട്രൽ ജ്വാല ക്രമീകരിക്കുക. ഒരു സ്ട്രിക്റ്റ് ന്യൂട്രൽ ജ്വാല സെറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായതിനാൽ അലൂമിനിയം വെൽഡിങ്ങിനായി വളരെ ചെറിയ കാർബണൈസിംഗ് ജ്വാല സെറ്റ് ചെയ്തിരിക്കുന്നു. ഫില്ലർ റോഡിൽ പേസ്റ്റി ഫ്ലക്സ് അപ്ലൈ ചെയ്യുക. ജോയിന്റിന്റെ 2 അറ്റങ്ങളിലും മധ്യഭാഗത്തിലും ടാക്ക് വെൽഡ് ചെയ്യുക. ബ്ലോ പൈപ്പ് ജ്വാല ഉപയോഗിച്ച് വെൽഡിംഗ് സമയത്ത് വികാസത്തിന്റെ എഫക്റ്റ് കുറയ്ക്കുന്നതിന് ജോബ് 150 ഡിഗ്രി മുതൽ 180 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 3 mm കട്ടിയുള്ള അലൂമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഉപയോഗിച്ച് വെൽഡിംഗ് ആരംഭിക്കുക. ബ്ലോ പൈപ്പ് 40 മുതൽ 50 ഡിഗ്രി കോണിലും ഫില്ലർ റോഡ് 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി കോണിലും പിടിച്ച് വെൽഡിംഗ് പൂർത്തിയാകുന്നതുവരെ തീജ്വാലയുടെ ഔട്ടർ എൻവെൽപ്പിൽ നിന്ന് ഫില്ലർ റോഡ് നീക്കം ചെയ്യരുത്. ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ വെൽഡ് കൂടെ കഴുകുക. ജോയിന്റിന്റെ അവസാനമാകുമ്പോൾ ബ്ലോ പൈപ്പും ഫില്ലർ റോഡ് കോണും കുറയ്ക്കുകയും ഇന്നർ കോൺ ഉയർത്തുകയും ചെയ്യുക. ജോയിന്റ് വഴിയുള്ള പൊള്ളൽ ഒഴിവാക്കാൻ ഇത് ചെയ്യുന്നു. അലൂമിനിയം ഉരുകുമ്പോൾ നിറവ്യത്യാസമില്ലാത്തതിനാൽ ബേസ് മെറ്റലിന്റെ പ്രതലത്തിൽ ഓക്സൈഡ് ഫിലിം ചുരുങ്ങുന്നത് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. ഇത് ബേസ് മെറ്റൽ ഉരുകുന്നതിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ OAW പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 3 mm കനമുള്ള അലൂമിനിയം ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിന് പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് നോക്കും. lack of root penetration,
lack of root fusion, distortion, humps. Recap. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് ടാക്ക് വെൽഡിംഗിനും വെൽഡിംഗ് പ്രോസസ്സിനും അനുയോജ്യമായ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക, ഫ്ലാറ്റ് പൊസിഷനിൽ സ്ക്വയർ ബഡ് ജോയിന്റിന് പ്ലേറ്റ് സെറ്റ് ചെയ്യുക, ടാക്ക് വെൽഡ്, ഡിഫെക്ട്സുകൾ അറിയാൻ വെൽമെൻസ് പരിശോധിക്കുക.